നമോവാദം ഗൈസ്. നിങ്ങളുടെ ഡേ 3 ആണ് ഗൈസ്. അപ്പം നേരെ ജിമ്മിലേക്കാണ്. നമുക്ക് ഇന്നും ബോക്സിങ്ങിൻ്റെ പ്രാക്ടീസാണ്. ഓൾറെഡി സ്ട്രെങ്തിൻ്റെ അന്ന് കോച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ജിമ്മിലെത്തി ഗൈസ്. നിരന്തരമായ പഠിക്കൽ നേരെ ജിമ്മിലേക്കാണ്. ഓൾറെഡി നമ്മൾ നേരത്തെയാണ് ഇപ്പോൾ ചെല്ലാറുള്ളത്. കാരണം കുറേ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ആദ്യമേ ചെയ്യാറുണ്ട് ചെറുതായിട്ട്. നേരെ പോയി കുറച്ച് ഡമ്പലിൽ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളും ചെയ്ത് നേരെ ആപ്സിന് കുറച്ച് വർക്കൗട്ടും ചെയ്യാനും ചെയ്ത് പിന്നെ നമ്മുടെ ഡെയിലി ഉള്ള പുഷപ്പ് ഉണ്ട്. അതൊരു 20-ന് 2 സെറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് നേരെ മൗണ്ടൻ ക്ലൈമ്പും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ബോക്സിങ്ങിൻ്റെ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കോമൺലി കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചെയ്യാറുണ്ട്. കാരണം നേരത്തെ എത്തുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അവരെ വെയിറ്റിംഗ് ആണ്. കുറച്ച് നേരം ബാഗിങ് ചെയ്യും. അതാണ് നമ്മൾ നോർമലി ചെയ്യാറുള്ളത്. ബോക്സിൻ്റെ കാർഡിയോ നല്ലതായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഓൾറെഡി നല്ല വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ വാമപ്പും കാര്യങ്ങളൊക്കെ അവർ വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാറുണ്ട്. ദെൻ കോച്ചിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പോൾ 7:35-നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ആൾ കുറവായിരിക്കും. മോസ്റ്റ്ലി സ്ട്രെങ്തിൻ്റെ വർക്കൗട്ട് ആകുമ്പോഴത്തേക്ക് കുറേ പേര് സ്കിപ്പ് അടിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് ആൾ കുറവായിരിക്കും ഗൈസ് എന്ന് വിചാരിക്കുന്നു. കോമൺലി വന്നതുപോലെ തന്നെ ആൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെങ്തിൻ്റെ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നേരെ ബോക്സിങ്ങിൻ്റെ പ്രാക്ടീസിലേക്കായിരുന്നു. അപ്പോൾ കോച്ചിങ് കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു. എന്നാലും നമ്മൾ ബോക്സിങ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ കോച്ചിൻ്റെ നിർദ്ദേശപ്രകാരം ഗൈസ് നമ്മൾ ബോക്സിങ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. ദെൻ ബാഗിയിൽ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് പഞ്ചസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കയ്യിൽ ചെയ്യുന്നത്. കാരണം ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ പഞ്ചസ് പ്രോപ്പർലി ശരിയാകണമെന്നാണ് കോച്ച് പറയാനുള്ളത്. ദെൻ സ്ട്രെങ്തിൻ്റെ വർക്കൗട്ടും കാര്യങ്ങളും കുറച്ചൊക്കെ ചെയ്യിപ്പിച്ചു. ദെൻ കാർഡിയോ ആണ് മെയിൻലി നോക്കുന്നത്. കാരണം കാർഡിയോയുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കോച്ച് നല്ലതായിട്ട് ചെയ്യിക്കാറുണ്ട്. കാരണം സ്ട്രെങ്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് കോച്ച് എപ്പോഴും പറയാറുള്ളത്. ദെൻ അതിൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ദെൻ നേരെ ജിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊന്ന് കുറച്ച് വർക്കൗട്ടും കൂടെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. തന്നെ ഞാൻ 4 ആംസിൻ്റെ വർക്കൗട്ട് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നേരെ സ്ട്രെച്ചിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സ്ട്രെച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ജിമ്മിലേക്ക് പോയി. ദെൻ അവിടെ ചെന്ന് കുറച്ച് ബൈസിൻ്റെ വർക്കൗട്ട് ചെയ്യണം. ദെൻ 4 ആംസിൻ്റെ വർക്കൗട്ടും കൂടെ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ബൈസിൻ്റെ 2 വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് 4 സെറ്റ് ചെയ്ത് 4 ആംസിൻ്റെ 4 സെറ്റ് ചെയ്തു. ദെൻ നേരെ ഇനി റൂമിലേക്കാണ് ഗൈസ്. അപ്പം അങ്ങനെ നമ്മുടെ ഡേ 3 നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടിട്ട് അപ്പോൾ അതിന് ജസ്റ്റ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഡേ 3 കംപ്ലീറ്റ് ചെയ്തിന് നേരെ റൂമിലേക്കാണ് കേസ്. അപ്പം അങ്ങനെ നമ്മുടെ ഡേ 3 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനിയും നമ്മൾ കണ്ടിന്യൂസ് ചെയ്യാനാണ് പ്ലാന്. ഡേ 3 ഡേ 4 അങ്ങനെ. അപ്പം വരും വീഡിയോസ് പ്രതീക്ഷിക്കാം ഗൈസ്. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. ബൈ ബൈ ഗൈസ്. സീ യു.